has risen. Don't miss the global phenomenon everyone's talking about. Yeah, that is me. New episodes streaming Wednesdays only on Disney+. ഇപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 18 5:30 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ നിലവിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ പ്രതീക്ഷിച്ച ആ ഒരു തോർ ലവ് ആൻഡ് തണ്ടർ ടീസർ ട്രെയിലർ വന്നിട്ടില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ലേറ്റസ്റ്റ് കിട്ടിയ റിപ്പോർട്ട്സ്, അപ്ഡേറ്റ്സ്, റൂമേഴ്സ്, തിയറി പ്രകാരം ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച വരേണ്ടതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, ഉറപ്പായിട്ട് ഞാൻ റിയാക്ട് ചെയ്യും, അത് വേറെ കാര്യം. ബട്ട് ഇതുവരെ നമുക്ക് ട്രെയിലർ തന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന രാവിലത്തേക്കൊക്കെ ആയിരിക്കും. സാധാരണ യൂഷ്വലി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ട്രഡീഷണൽ വേ ഓഫ് പാറ്റേൺ അനുസരിച്ച് ടീസർ, മൂവി, ട്രെയിലറൊക്കെ രാവിലെ ആയിരിക്കുമല്ലോ വരുന്നത്. ബട്ട് നമുക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കൂടുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക 4 ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ പോകാന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ട്സ്, റൂമേഴ്സും കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ്സ് ഒന്ന് നോക്കിയേക്കാം. ലെറ്റ്സ് റോൾ ദി ബ്രോ. ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അൽബിൻ A.K.A. ഫൈനലി ഞാൻ പറഞ്ഞ പോലെ തന്നെ തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ടീസറോ ട്രെയിലറോ ഒന്നും തന്നെ ഒഫീഷ്യലി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം നമുക്കറിയാം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റുഡിയോസ് ഇതുവരെ അവർ ഇറക്കിയിട്ടുള്ള എല്ലാ മൂവീസിൽ വെച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടീസർ, ട്രെയിലറും അല്ലെങ്കിൽ മൂവിയും തമ്മിലുള്ള ദൈർഘ്യത്തിന്റെ ഏറ്റവും കുറഞ്ഞ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ടീസർ. അതായത് മൂവി ഇറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ടൈം ഒരു 100 മുമ്പ് ഫസ്റ്റ് ഒഫീഷ്യൽ ടീസർ എങ്കിലും വരേണ്ടതാണ്. ബട്ട് ഇതുവരെ അത് വന്നിട്ടില്ല. ഒഫീഷ്യൽ പോസ്റ്റർ ഇല്ല, ഒഫീഷ്യൽ ടീസർ ഇല്ല, ട്രെയിലറിന്റെ കാര്യം പിന്നെ പറയണ്ട. ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് എന്ന മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന സിനിമ ഇതായിട്ട് ഒരു കപ്പിൾ ഓഫ് വീക്സ് കഴിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോവുകയാണ്. സോ ഇതിന്റെ ഇടയ്ക്ക് ഇനി തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ടീസർ ഈ ഒരു വീക്ക് മാക്സിമം പോയ ഈ ഒരു വ്യാഴാഴ്ചക്കുള്ളിൽ ടീസർ ട്രെയിലർ വന്നില്ലേ അവർ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് തന്നെ നമുക്കറിയത്തില്ല. അവർ മാർവൽ സ്റ്റുഡിയോസ് ആണ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞേക്കാം. ഇതിപ്പോ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ തരത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അതിലും ഹൈപ്പ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് സ്പൈഡർമാൻ നോ വേ ഹോം സോണിയോട് കൂടി ചേർന്നാണ് മാർവൽ ചെയ്തതെങ്കിൽ അത്രയും അവരത് ഗംഭീരമാക്കിയെങ്കിൽ തോർ ലവ് ആൻഡ് തണ്ടർ എന്ന് പറയുന്ന ഒരു സിംഗിൾ സോളോ അവഞ്ചറിന്റെ 4ാമത്തെ ഇൻപുട്ട് മൂവിയാണ്. അതുകൂടാതെ തന്നെ ലോകത്തിലെ നമ്പർ 1 സ്റ്റുഡിയോ ആണ് ഇത് ചെയ്തത്. സോ ആ ഒരു വ്യത്യാസം ഇവരെതിരെ അത് കാണിക്കാതിരിക്കുകയല്ല. തോർ ലവ് ആൻഡ് തണ്ടർ നല്ല രീതിയിൽ ഹൈപ്പ് ആവുമായിരിക്കും. എല്ലാവരും അല്ലെങ്കിൽ മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ട് വരുന്ന റൂമേർഡ് തിയറി എന്നാന്ന് വെച്ചാൽ ഇതുവരെ ടീസർ ട്രെയിലർ പോലും കാണിക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന മൂവിയുടെ സ്പോയിലർ ചിലപ്പോൾ തോർ ലവ് ആൻഡ് തണ്ടറിൽ കാണും എന്നുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ May 6 കഴിഞ്ഞോ, അത് വളരെയധികം സമയം കുറഞ്ഞെന്ന് തന്നെ പറയാം. കാരണം ജൂലൈയിൽ നമ്മുടെ പടം ഇറങ്ങുകയാണ്. അതിന് മുമ്പ് ഏറെക്കുറെ ടീസർ ട്രെയിലർ വരേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ കുറെ പ്രീ സ്ക്രീനിങ്ങും അങ്ങനത്തെ പ്രീമിയറും എല്ലാം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലേക്ക് ചെയ്യുകയാണ്. അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്യാമിയോസ് ഒക്കെ ആണെങ്കിൽ അന്യ രീതിയിലെ പ്രീമിയർ ആയിരിക്കും. സോ അതിന്റെ ഇടയ്ക്ക് തോർ ലവ് ആൻഡ് തണ്ടർ വന്ന് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്ക് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ വന്നണം, അല്ലെങ്കിൽ ആ ഒരു വ്യാഴാഴ്ച ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടണമെന്നതാണ്. അല്ലെങ്കിൽ ഇവരെന്താ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഏതായാലും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരു സിനിമ കളഞ്ഞ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യില്ല. അവർക്ക് രണ്ടും വേണ്ടതാണ്. രണ്ടും ഹൈ ഡബ് മൂവിയാണ്. തോർ ലവ് ആൻഡ് തണ്ടറിന് വേണ്ടി ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ഒരു രീതിയിലുള്ള പ്രൊമോസും അവർ കുറയ്ക്കുകയില്ല. അതുപോലെ തന്നെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനെ താത്തിക്കൊണ്ട് തോർ ലവ് ആൻഡ് തണ്ടറിനെ പൊക്കാനും അവർ പോകുന്നില്ല. ഏതായാലും വേറെ ലെവൽ ഐറ്റം തന്നെയാണ്. രണ്ടും നല്ല പേര് കേട്ട ഡയറക്ടേഴ്സ്. സാം റൈമി ഇതാണ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഡയറക്ട് ചെയ്യുമ്പോൾ ടൈക്കോ വൈറ്റി ഏറ്റവും ബെസ്റ്റ് തോർ മൂവി ആയിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഏതായാലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മൂവി ഫിനിഷ്ഡ് അല്ലെന്ന്. ബട്ട് നമുക്കറിയാം ടീസർ ട്രെയിലർ ഓൾറെഡി ഫിനിഷ്ഡ് ആണ്. ഇന്ത്യയിൽ ഡബ് ചെയ്യുന്ന തോറിന് വേണ്ടി ഡബ് ചെയ്യുന്ന ആൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പെർഫെക്റ്റ്ലി പറഞ്ഞിരിക്കുകയാണ്, കാൺ വെയിറ്റ് ഫോർ യു ഗൈസ് ടു സീ ദ ട്രെയിലർ എന്ന്. സോ ഇതിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ടീസർ ട്രെയിലർ ഫിനിഷ്ഡ് ആണ്. ബട്ട് മാർവൽ എന്തോ സ്ട്രാറ്റജി പ്രകാരം അത് ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരുടെ രീതിയിൽ നല്ല രീതിയിൽ ഹൈപ്പ് ആൻഡ് മാർക്കറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നോ വേ ഹോമിൽ സംബന്ധിച്ചപോലെ തന്നെ സ്റ്റുഡിയോ ഒരു രീതിയിലും അവർ പ്രൊമോ ഇടാതെ തന്നെ ആൾക്കാർ ഹൈപ്പ് അപ്പ് ചെയ്ത് ആ ഒരു മൂവി സെറ്റ് ആക്കി എന്ന് തന്നെ പറഞ്ഞേക്കാം. അത് തന്നെയാണ് ഇപ്പം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സും ചെയ്യുന്നത്. തോർ ലവ് ആൻഡ് തണ്ടർ ഹ്യൂജ് എക്സ്പെക്ടേഷൻ ആണ്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ജെയിൻ ഫോസ്റ്റർ നമ്മുടെ ലേഡി മൈറ്റി തോർ ആയതുണ്ട്. അതിന്റെ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ മാർവൽ എന്റർടൈൻമെന്റ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ സത്യം പറഞ്ഞാൽ വാട്ട് ഇഫ് ജെയിൻ ബിക്കം മൈറ്റി തോർ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഓർത്ത് അത് ടീസർ ട്രെയിലർ ആയിരിക്കുന്നു. ബട്ട്
നമുക്കറിയാലോ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നത്. സോ എന്തുകൊണ്ടും എല്ലാ രീതിയിലും വൻ ഹൈപ്പ് ആണ് തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ടീസർ ട്രെയിലറിന്റെ പേരിൽ. സോ ഇനി എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ഡേറ്റ് ഇല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഈ വീഡിയോ ഇറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞ് വരാം. ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇനി വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 5:30 ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് കൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്തിയേക്കാം. ക്യാപ്റ്റൻ അമേരിക്ക 4 അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എൻഡ് ഗെയിം കഴിഞ്ഞ് ക്രിസ് ഇവൻസ്, ക്യാപ്റ്റൻ അമേരിക്ക, സ്റ്റീവ് റോജേഴ്സ്, ആ ഒരു കോൺസെപ്റ്റ് അവിടെ തീർന്നു പോയി. അത് കഴിഞ്ഞ് ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജർ എന്ന് പറയുന്ന ഡിസ്നി പ്ലസ് സീരീസ് വന്നു. അതിന്റെ അവസാനത്തിൽ ഏറെക്കുറെ കൺഫേം ആക്കുന്ന രീതിയിലായിരുന്നു ക്യാപ്റ്റൻ അമേരിക്ക 4ന്റെ കുറച്ച് കാര്യങ്ങൾ. റൂമേഴ്സും തിയറീസും ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ അമേരിക്ക 4 ഉണ്ട്, ക്യാപ്റ്റൻ അമേരിക്ക റിട്ടേൺ ഓഫ് ദി സ്റ്റോൺസ് എന്ന് പറഞ്ഞായിരിക്കും അതിന്റെ പേരും കാര്യങ്ങളൊക്കെ. ബട്ട് നിലവിൽ കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ക്യാപ്റ്റൻ അമേരിക്ക 4 ഹാപ്പൻ ചെയ്യാൻ പോവാണ് 2023 അൺടൈറ്റിൽഡ് മാർവൽ മൂവീസിൽ വന്നതിനായിരിക്കും. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട്സ് ആൻഡ് അപ്ഡേറ്റ്സ് പണ്ടത്തെ തിയറിയൊക്കെ അനുസരിച്ച് ഇതൊരു ഡിസ്നി പ്ലസ് സീരീസ് ആകാനായിരുന്നു ചാൻസ് എന്നാണ് എല്ലാവരും തന്നെ പറഞ്ഞത്. ക്യാപ്റ്റൻ അമേരിക്ക 4 ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് ഫാൽക്കൺ, അതായത് ആന്റണി മാക്കി ആയിരിക്കും ക്യാപ്റ്റൻ അമേരിക്ക ആകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ. പിന്നെ നമ്മുടെ വാലന്റൈൻ അവിടെ കുറെ പേരെയൊക്കെ ടീം അപ്പ് ചെയ്യുന്നുണ്ടല്ലോ അവരുടെ രീതിയിൽ. സോ എന്തുകൊണ്ടും അതിൻ്റെ അകത്ത് നിന്ന് ഒരാൾ എലീന ബെലോവിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടു, ഏത് ഹോക്കായി എന്ന് പറയുന്ന സീരീസിൽ. ബട്ട് സ്റ്റിൽ ദർ ഇസ് ഇവൾ ക്യാപ്റ്റൻ അമേരിക്ക. ഇവൾ ക്യാപ്റ്റൻ അമേരിക്ക അല്ല, മറ്റേ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്, ജോൺ വാട്സിന്റെ. ഏതുകൊണ്ടും എന്തുകൊണ്ടും റിയലി വെയിറ്റിംഗ് എന്ന് തന്നെ പറഞ്ഞേക്കാം. സിനിമ അത്ര രീതിയിൽ ഹിറ്റ് ആവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇതുവരെ എടുത്ത് പറയാൻ പറ്റും ഒരു ഹൈപ്പ് അപ്പ് ഒന്നും തന്നെ ഇല്ല. ബട്ട് പറയാൻ പറ്റില്ല, മൂവീസ് മൾട്ടിവേഴ്സ് ആണ്. MCU മാറിയിട്ട് MCM ആയിക്കൊണ്ടിരിക്കുകയാണ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് മൾട്ടിവേഴ്സ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ക്യാപ്റ്റൻ അമേരിക്ക 4ന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് നിലവിൽ കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് അനുസരിച്ച് പറഞ്ഞത്. DC-യുടെ മൂവീസൊക്കെ ഏറെക്കുറെ ഡിലേഡ് ആയി, മാർവലിന്റെ മൂവീസും ഡിലേ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അന്ന് അങ്ങനെ വല്ല അനൗൺസ്മെന്റ് നടത്തുകയാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക 4 ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്യുമെന്നാണ് നിലവിൽ കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഏതായാലും 2023 അൺടൈറ്റിൽഡ് മൂവി ലിസ്റ്റിൽ ഇപ്പോൾ 2 വന്നിട്ടുണ്ട്. ഡെഡ്പൂൾ 3 ഫോക്സിന്റെ ക്യാരക്ടറാണ് ഡെഡ്പൂൾ. എന്തുകൊണ്ടും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാകാൻ പോവുകയാണ്. എസ്പെഷ്യലി ഇൻ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന മൂവി അതിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും. സോ നിലവിൽ കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ച് കമന്റ് ചെയ്യുക. തോർ ലവ് ആൻഡ് തണ്ടർ ടീസർ ട്രെയിലറിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞ് കാണും ടീസർ ഫിനിഷ് ആയി. ബട്ട് വൈ ദേ ആർ ലാഗിങ് ഇറ്റ് ഔട്ട്. സോ നിങ്ങളുടെ തോട്ട്സ് ആൻഡ് കമന്റ്സ് എല്ലാം കമന്റ് ചെയ്യാം. നമ്മുടെ വാട്സ്ആപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം ലിങ്ക് കമന്റുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അടുത്ത വിളിക്കണം. നെക്സ്റ്റ് വീഡിയോ. You don't know Jane Foster, the medical professional who wielded the hammer as the mighty Thor? Well, move over because you're about to get a straight dose of enlightening. Jane Foster fell in love with practicing medicine while working as a nurse, and the medical practice fell in love with her right back. Or, more specifically, her employer, Dr. Donald Blake. It was a time before HR seminars. But Dr. Donald Blake wasn't just her boss. He was also Thor's alter ego. While Jane pined for the god with the bod, who kept conveniently saving her from peril, Donald pined for Jane to love his imperfect human form. But Jane already did, and told Donald to get it together and make a move on her already. So Donald made one heck of a move, finally revealing his identity as Thor. Have your cake and eat it too, girl. They hoped to be wed, but Odin, being the worst dad/king of Asgard ever, didn't take kindly to the idea of a Midgardian daughter-in-law and made Jane prove herself with new goddess powers. But she was set up to fail. Jane ended up forgetting about Thor and moved on to dating her new boss, Dr. Keith Kincaid. Seriously, is there no one in HR? And Thor reunited with his intended, the Lady Sif. When Jane became very sick and near death, she called to Thor for help. Sif answered the call and transferred her life essence to Jane to give her a second chance at life. After healing and leaving both Sif and Thor behind, Jane leveled up to become a doctor and continued to care for superpowered people like the Avengers. She was an independent woman who, yes, had feelings for Thor, but it was extremely complicated. Though, he does look good in a cape. What was I saying? Oh, yes. Ultimately, Thor lost his worthiness and his shirt, which is a whole other story. So his hammer, Mjolnir, went looking for someone worthy of the power of Thor, who was revealed to be Jane Foster. Don't stress, Thor Odinson was fine. He got an axe and worked on being a better god. As the mighty Thor, Jane began protecting the realms, but she was also fighting a personal battle against cancer. Complicating matters, transforming into the mighty Thor was interrupting her body's ability to heal. Nonetheless, Jane took on Loki, Odin,
frost giants, Malekith the Dark Elf, and a slew of other Asgardian pains in the hammer. Sadly, Jane's human body could only handle dishing out so many god-tier butt-kickings. So when Mangog, the beastly embodiment of hate, attacked, Jane knew the only way to save the world was to transform into the mighty Thor one final time. But in the heat of battle, she realized she had to sacrifice Mjolnir to win, returning to her dying mortal form. She made the ultimate sacrifice and saved the world using love to conquer hate. And thus, with a kiss, she died. Are you freaking kidding me? This is how it ends? Oh, wait. There's more. As the War of the Realms raged on, Thor Odinson reclaimed his worthiness. But many of the Valkyries, the mighty female warriors who deliver the worthy dead to Valhalla, were brutally slain. So Thor used his regained powers to give Jane an immortal chance at godliness as a badass new Valkyrie. Thank gods! Now Jane protects the realms, Midgardians, and Asgardians alike. Just don't forget, that's Dr. Valkyrie to you. And now you do know Jane Foster. I mean Mighty Thor. I mean Valkyrie. Whatever, you get it.